അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 10. കൈസരിയയിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ ഇത്താലിക എന്നറിയപ്പെട്ടിരുന്ന സൈന്യ വിഭാഗത്തിൽ ഒരു ശതാധിപൻ ആയിരുന്നു. അയാളും എല്ലാ കുടുംബാംഗങ്ങളും ഭക്തിയും ദൈവഭയവും ഉള്ളവരായി വിജാതികർക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവരും പതിവായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിക്ക് ഒരു ദൈവദൂതൻ തൻ്റെ അടുത്ത് വരുന്നത് ദർശനത്തിൽ വ്യക്തമായി അയാൾ കണ്ടു. ദൂതൻ അയാളോട് കൊർന്നല്യോസേ എന്ന് വിളിച്ചു. കൊർന്നല്യോസ് ആ ദൈവദൂതനെ ഭയത്തോടെ നോക്കി. എന്താവുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അതിന് ദൈവദൂതൻ, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും അനുസ്മരണയായി ദൈവസന്നിധിയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കുന്ന ശീമോനെ വരുത്തുക. അദ്ദേഹം തോൽപ്പണിക്കാരനായ ശീമോനോട് കൂടെ താമസിക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താണ് എന്ന് പറഞ്ഞു. തന്നോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം കൊർന്നല്യോസ് തൻ്റെ പരിചാരകരിൽ 2 പേരെയും പടയാളികളിൽ ഭക്തനായ ഒരുവനെയും വിളിച്ചു. സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞിട്ട് അവരെ യോപ്പയിലേക്ക് അയച്ചു. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം പട്ടണത്തിനടുത്തെത്തുമ്പോൾ ഉച്ചസമയത്ത് പത്രോസ് പ്രാർത്ഥിക്കാൻ വീടിൻ്റെ മട്ടുപ്പാവിൽ കയറി. വിശന്നതിനാൽ എന്തെങ്കിലും ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദർശന അവസ്ഥയിലായി. സ്വർഗം തുറന്നിരിക്കുന്നതും 4 കോണും കെട്ടിയ വലിയൊരു വിരിപ്പ് പോലെയുള്ള ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും അദ്ദേഹം കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശത്തിലെ പക്ഷികളും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദവും അദ്ദേഹം കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരിക്കലും ഇല്ല കർത്താവേ, അശുദ്ധമോ മലിനമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. ആ ശബ്ദം രണ്ടാമതും അദ്ദേഹത്തോട്, ദൈവം ശുദ്ധീകരിച്ചതിന് ഇനി മുതൽ അശുദ്ധമെന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം സംഭവിച്ചു. ഉടനെ ആ പാത്രം ആകാശത്തിലേക്ക് തിരികെ എടുക്കപ്പെട്ടു. ഈ ദർശനത്തിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് പത്രോസ് ആലോചിച്ച് അമ്പരന്നിരുന്നപ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോൻ്റെ വീട് അന്വേഷിച്ച് പടിവാതിൽക്കലെത്തി. പത്രോസ് എന്നറിയപ്പെടുന്ന ശിമോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട്, ശിമോനെ, 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി ചെല്ലുക. അവരോട് കൂടെ പോകാൻ മടിക്കേണ്ട, ഞാനാണവരെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങിച്ചെന്ന് അവരോട്, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ. നിങ്ങൾ വന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, കൊർന്നല്യോസ് എന്ന ശതാധിപൻ നീതിമാനും യഹൂദ ജനങ്ങൾക്കെല്ലാം സുസമ്മതനുമാണ്. ഒരു വിശുദ്ധ ദൂതനിലൂടെ അദ്ദേഹത്തിന് ഒരു നിയോഗം നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങയെ തൻ്റെ ഭവനത്തിലേക്ക് ആളയച്ചു വരുത്തി അങ്ങയിൽ നിന്നും ഒരു സന്ദേശം കേൾക്കണമെന്നാണത്. അപ്പോൾ പത്രോസ് അവരെ അതിഥികളായി വീട്ടിൽ സ്വീകരിച്ചു. പിറ്റേ ദിവസം പത്രോസ് അവരോട് കൂടെ പുറപ്പെട്ടു. യോപ്പയിലെ ഏതാനും സഹോദരങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു. അടുത്ത ദിവസം അവർ കൈസരിയയിൽ എത്തി. കൊർന്നല്യോസ് അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. അയാൾ ബന്ധുക്കളെയും ഉറ്റമിത്രങ്ങളെയും അവിടെ വിളിച്ചു കൂട്ടിയിരുന്നു. പത്രോസ് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ കൊർന്നല്യോസ് അദ്ദേഹത്തെ എതിരേറ്റ് കാൽക്കൽ വീണു വന്ദിച്ചു. പത്രോസ് അയാളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട്, എഴുന്നേൽക്ക, ഞാനും കേവലം ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. കൊർന്നല്യോസുമായി സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചു. അവിടെ ധാരാളം പേർ ഉണ്ടായിരുന്നു. അവരോട് അദ്ദേഹം പറഞ്ഞു, ഒരു യഹൂദൻ വിജാതീയനായ ഒരാളോട് സഹകരിക്കുകയോ അയാളെ സന്ദർശിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ നിയമത്തിന് വിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും അശുദ്ധനോ മലിനനോ എന്ന് വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആളയച്ചപ്പോൾ എതിർപ്പൊന്നും പറയാതെ ഞാൻ വന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? കൊർന്നല്യോസ് മറുപടി പറഞ്ഞു, 4 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഏകദേശം 3 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മിന്നുന്ന വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, കൊർന്നല്യോസേ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നിൻ്റെ ദാനധർമ്മങ്ങൾ ഓർക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കുന്ന ശിമോനെ വരുത്തുക. അദ്ദേഹം കടൽപ്പുറത്ത് തോൽപ്പണിക്കാരനായ ശിമോൻ്റെ വീട്ടിൽ താമസിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ അങ്ങേക്കായി ആളയച്ചു. അങ്ങ് ദയാപൂർവം വന്നല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് നൽകാൻ ദൈവം അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ള സന്ദേശം കേൾക്കാൻ ഞങ്ങളിതാ ദൈവസന്നിധിയിൽ സന്നിഹിതരായിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, ദൈവം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. ഞാൻ സത്യമായി മനസ്സിലാക്കുന്നു. ഏത് ജാതിയിൽപ്പെട്ടവരായാലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ
അവിടുന്ന് അംഗീകരിക്കുന്നു. സകലത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ സന്ദേശം ഇതാണ്. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീല മുതൽ യഹൂദിയിൽ എല്ലായിടത്തും സംഭവിച്ച കാര്യങ്ങളും നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും, ദൈവം തന്നോടുകൂടി ഉണ്ടായിരുന്നതിനാൽ നന്മ ചെയ്തതും, പൈശാചിക ശക്തികൾ പീഡിപ്പിച്ചിരുന്നവരെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതും നിങ്ങൾ അറിയുന്നല്ലോ. യഹൂദരുടെ ദേശത്തും യെരൂശലേമിലും അവിടുന്ന് ചെയ്തതിനെല്ലാം ഞങ്ങൾ സാക്ഷികളാണ്. അവർ യേശുവിനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ മൂന്നാം ദിവസം ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് പ്രത്യക്ഷനാക്കി. എല്ലാവർക്കുമല്ല, പിന്നെയോ സാക്ഷികളായിരിക്കാൻ ദൈവം നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി. ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നോടൊപ്പം ഞങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്തു. ജനങ്ങളോട് പ്രസംഗിക്കാനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് തന്നെയാണെന്ന് സാക്ഷിക്കാനും അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവിടുത്തെ നാമത്തിലൂടെ പാപക്ഷമ ലഭിക്കുമെന്ന് എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നു. പത്രോസ് ഈ വാക്കുകൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനം വിജാതിയർക്കും പകരപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയഭരിതരായി. എന്നാൽ വിജാതിയർ അന്യഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് അവർ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പത്രോസ്, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്ന ഇവർക്ക് സ്നാനജലം നിഷേധിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അനന്തരം അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പത്രോസ് കൽപ്പിച്ചു. തങ്ങളോടൊപ്പം ഏതാനും ദിവസം പാർക്കണമെന്ന് അവർ പത്രോസിനോട് അപേക്ഷിച്ചു.